Hello friends, today we'll discuss with a new portion that is bioinformatics tools. This is very important since we could see that this question is asked for 15 mark long essay, or it can be the different tools can be asked separately for 4 marks, 2 marks likewise. So this is very important. At the same time, when I study bioinformatics also, I should be aware of these tools. Without the tools, there is no existence for any bioinformatics. So we'll start with the bioinformatic tools. So before we go on, we should know why there is a need of these tools, because we know that nowadays, after having so much of researches, so much of informations are available in the data, it is available world wide webs, like the data of sequences are there, structure of protein is there, the metabolite is there, so different data are already available. Now what we need to do is we have to use those data for decision making or for finding a solution for some biological problem, right? So that is the need where the bioinformatics tools came into existence. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ടൂൾസിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ആ ടൂൾസ് എന്തൊക്കെയാണ്, അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്തുകൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ദർ ആർ സോ മച്ച് ഓഫ് ഇൻഫോർമേഷൻ അവൈലബിൾ നൗ ഡേയ്സ്. ഇൻഫോർമേഷൻ്റെ കുറവില്ല. അത് പക്ഷെ അതെങ്ങനെ ഉപയോഗിച്ച് അതൊരു നോളേജ് ഫോമിലോ അല്ലെങ്കിൽ അതെങ്ങനെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അത് ആ ഇൻഫർമേഷൻ, ആ ഡാറ്റ ഉപയോഗിച്ച്, നോട്ട് ഇൻഫർമേഷൻ ആക്ച്വലി, ആ ഡാറ്റ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോൾ ചെയ്യേണ്ടത്. സോ ദെൻ കെയിംസ് ദി എക്സിസ്റ്റൻസ് ഓഫ് സംതിങ് നോൺ എസ് ഡാറ്റ മൈനിങ്. അപ്പോഴാണ് ഒരു പുതിയൊരു ഫീൽഡ് എമേർജ്ഡ്, ദാറ്റ് ഈസ് ഡാറ്റ മൈനിങ്. സോ വാട്ട് ഈസ് ഡാറ്റ മൈനിങ്? ബാക്കി തന്നെ അറിയാം. ഡാറ്റ എടുക്കുക, തിരിച്ചെടുക്കുക, റിട്രീവ് ചെയ്തെടുക്കുക. എന്തിനു വേണ്ടിയൊക്കെയാണ് എടുക്കുക? ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത്, ഒരു ബയോളജിക്കൽ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഡാറ്റ ഉപയോഗിച്ച് ആ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡാറ്റ മൈനിങ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പല സ്റ്റെപ്സ് ഉണ്ട്. ലൈക്ക് ഡാറ്റ സെലക്ട് ചെയ്യണം. നമുക്ക് വെറുതെ കുറേ ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ ഡാറ്റ സെലക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യണം. വിഷ്വലൈസേഷൻ, ഇൻറ്റർപ്രിട്ടേഷൻ ആൻഡ് ഇവാലുവേഷൻ, ഇത്ര സ്റ്റെപ്പുകൾ ആവശ്യമുണ്ട് ഒരു ഡാറ്റ മൈനിങ് എന്ന് പറയുമ്പോൾ. എന്തൊക്കെയാണ്? ഡാറ്റ സെലക്ട് ചെയ്യണം, അത് പ്രോസസ്സ് ചെയ്യണം, അത് വിഷ്വലൈസേഷൻ ടൂൾസ് ഉപയോഗിച്ച് അതിൻ്റെ സ്ട്രക്ചേഴ്സ് വിഷ്വലൈസ് ചെയ്യണം, പിന്നെ കിട്ടിയ ഇത് വെച്ചിട്ട് നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യണം. ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ. ഇൻറ്റർപ്രിട്ടേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് തിയറി ആയിട്ട് കമ്പയർ ചെയ്ത് ഇൻറ്റർപ്രിട്ടേഷൻ ആവശ്യമുണ്ട്. ദെൻ നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്തത് കറക്റ്റാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. അത്രമാണ് ഡാറ്റ മൈനിങ്. സോ ഡാറ്റ മൈനിങ്ങിന് വേണ്ടി ദർ ആർ സോ മെനി ടെക്നിക്സ് അവൈലബിൾ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഡാറ്റ മൈനിങ് ടൂൾസ് എന്നോ അല്ലെങ്കിൽ ഡാറ്റാ ബേസ് സെർച്ച് എൻജിൻസ് എന്നും ഇവരെ പറയാം. സോ വാട്ട് ആർ ദേ? ഈ ടൂൾസ്, ഡാറ്റ മൈനിങ് ടൂൾസ് അല്ലെങ്കിൽ ഡാറ്റാ ബേസ് സെർച്ച് എൻജിൻസ് എന്ന് വെച്ചാൽ എന്താണ്? നത്തിങ് ബട്ട് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ്. എന്തിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ്? അത് ഡാറ്റ സ്റ്റോർ ചെയ്യാനും തിരിച്ചെടുക്കാൻ, റിട്രീവ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും, ഇങ്ങനത്തെ ഡാറ്റ, ബയോളജിക്കൽ ഡാറ്റ, എന്നിട്ട് അതുകൊണ്ട് ഒരു ഇൻഫോർമേഷനിലേക്ക് എത്താൻ വേണ്ടി ആണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. സോ ഐ റിപ്പീറ്റ്, ഡാറ്റ മൈനിങ് ടെക്നിക്സ് ആർ അതർവൈസ് നോൺ എസ് ഈ ടെക്നിക്സ് യൂസ് വേരിയസ് ടൂൾസ്. ആ ടൂൾസിനെയാണ് നമ്മൾ ഡാറ്റ മൈനിങ് ടൂൾസ് എന്നോ database search engines എന്ന് പറയുന്നത്. And so what are they? They are software programs. And what are they being used? They are being used for storing data, for retrieving data, and for analyzing data. Which type of data? Biological data. And for why we are doing all this, we need to reach to a information. We need to find a solution. We need to come with a decision. So for that we are going for data mining. So data mining tools can be different type.
according to the purpose where it is being used, like data submission tools ഉണ്ട്, data store ചെയ്യാനും retrieve ചെയ്യാൻ data storage and retrieval tools are there, sequence analyze ചെയ്യാനുള്ള tools ഉണ്ട്, structure analyze ചെയ്യാനുള്ള tools ഉണ്ട്, prediction tools ഉണ്ട്, molecular modeling and visualization tools ഉണ്ട്. ഇതേപോലെ ഇത് മാത്രമല്ല, there are different types of tools are available. We'll just see some of which is just given in your syllabus directly, but then we'll just have a structure. First one, data submission tools എന്ന് പറയുമ്പോൾ ബാക്കി തന്നെ അറിയാം, the tool with which I submit my information into the databases. ആ ലൈബ്രറിയിലേക്ക് എൻ്റെ ഇൻഫർമേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്യണോ യൂസ് ചെയ്യുന്ന ടൂൾസിനെയാണ് ഡാറ്റ സബ്മിഷൻ ടൂൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സെക്വീൻ, വെബിൻ, സ്പിൻ എക്സെട്ര. ഇനി സെക്കൻഡ് കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ടൂൾസ്. ടു മെയിൻ, നമ്മൾ ഇത് എന്തിനു വേണ്ടിയായിരിക്കും യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഡാറ്റ ഇട്ടാൽ പോരാ, അത് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്താൽ പോരാ, അത് ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കാനും പറ്റണം. സോ ടു മെയിൻ റീസൺ വൈ ഐ പുട്ട് മൈ ഡാറ്റ ഇൻ ടു ദീസ് റെപ്പോസിറ്ററീസ്. ഈ ബാങ്കുകളിൽ ഞാൻ എൻ്റെ ഡാറ്റ ഇടാൻ കാര്യം എന്തിനു വേണ്ടിയാണ്? ഒരെണ്ണം, ദ ഫസ്റ്റ് പർപ്പസ് ഇസ് ടു റിട്രീവ് ഇറ്റ്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ബാക്ക്, റൈറ്റ്? സെക്കൻഡ് വൺ, യൂസിങ് ദാറ്റ് ഡാറ്റ ഐ നീഡ് ടു റീച്ച് എ ഡിസിഷൻ. സോ ഡിസിഷൻ മേക്കിംഗ്, ഓക്കെ, അല്ലെങ്കിൽ നോളജ് ഡിസ്കവറിക്ക് വേണ്ടി ആ ഡാറ്റ എനിക്ക് ഉപയോഗിക്കണം. ആ രണ്ട് പേർപ്പസിനാണ് ഞാൻ ഡാറ്റ സ്റ്റോർ ചെയ്യണതും. സോ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസാണ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ടൂൾസ്. അത് പല ടൈപ്സ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എൻട്രസ്, പല ഡാറ്റാബേസസിനും പല സോഫ്റ്റ്വെയർസ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, in the case of NCBI, they use Entrust, whereas EBI use the SRS, data storage and retrieval tool, whereas the DDBJ നമ്മൾ പറഞ്ഞ ഡാറ്റാബേസ് അത് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. So we'll just see the full forms. We can see that in the case of the first one, Entrust is a tool, data storage and retrieval tool used by NCBI, whereas SRS means sequence retrieval system. അത് യൂറോപ്യൻ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇംഗ്ലണ്ടിലുള്ള EBI അവർ ഉപയോഗിക്കുന്നതാണ് SRS, ദാറ്റ് ഇസ് സീക്വൻസ് റിട്രീവൽ സിസ്റ്റം. ഇനി അടുത്തത് DDBJ, അവർ ഉപയോഗിക്കുന്ന ഒരു റിട്രീവൽ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ സിസ്റ്റമാണ് സ്റ്റാഗ്, ദാറ്റ് ഇസ് സെർച്ചിങ് ടെക്സ്റ്റ് ഇൻ ഓൾ ഓവർ ജീനോം നെറ്റ്. ST, searching text in all over genome net. All, A for all, genome, G, and that is which has been used by the database DDBJ. ഇനി മൂന്നാമത്തതാണ് സീക്വൻസ് അനാലിസിസ് ടൂൾ. സീക്വൻസ് അനാലിസിസ് ടൂളിൽ നിന്ന് തന്നെ നമുക്ക് പേരിൽ നിന്ന് തന്നെ ഇറ്റ് ഇസ് വെരി ക്ലിയർ, ഇറ്റ് ഇസ് യൂസ് ടു അനലൈസ് ദ സീക്വൻസസ്. സോ അനാലിസിസ് ഓഫ് നമ്മൾ ഇപ്പോൾ ഇഫ് വി സ്റ്റാർട്ട് വിത്ത് ദി സീക്വൻസ് ന്യൂക്ലിയോടൈഡ്, അത് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് അത് ഒരു ഡിഫറെൻറ്റ് സെറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ ഡിഫറെൻറ്റ് ഏരിയ ഐ ക്യാൻ കോൾ ദാറ്റ് സെറ്റ് ആസ് ജീൻസ്. ആൻഡ് ഓരോ ജീനിനും ഒരു ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെറ്റബോളിക് പ്രോസസ്, നമുക്കത് മനസ്സിലാവും. At the same time, so that gene is responsible to give a product which is nothing but the protein. So I understand from analysis that gene is responsible to give the protein and protein is responsible to control the character അല്ലെങ്കിൽ the function of an organism. സോ ഒരു സീക്വൻസ് അനാലിസിസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ പറയണത് ടൂൾസിനെ പറ്റിയാണ് പഠിക്കുന്നത്, പക്ഷെ ആ ടൂൾസ് ഉപയോഗിച്ച് ഞാൻ എന്തിനാണ് ഈ സീക്വൻസ് അനലൈസ് ചെയ്യണത്? അതിൻ്റെ ഫസ്റ്റ് പേർപ്പസ് എന്താണ്? ടു ഐഡൻറ്റിഫൈ ദ സീക്വൻസ് ദാറ്റ് എൻകോഡ് എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ്റെ ഒരു സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് ഈ ടൂൾ ഹെൽപ്പ് ചെയ്യും. ടു ഡിസ്കവർ ദ സീക്വൻസ് ദാറ്റ് റെഗുലേറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് ജീൻ ഓർ സെല്ലുലാർ പ്രോസസ്. ഏത് സീക്വൻസ്, ഏത് ജീനാണ് അല്ലെങ്കിൽ ഏത് ജീനിൽ നിന്നാണ് അതിൻ്റെ അല്ലെങ്കിൽ ഒരു സെല്ലുലാർ പ്രോസസ് കൺട്രോൾ ചെയ്യണം, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ജീൻ, അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ പ്രൊഡക്റ്റായ പ്രോട്ടീൻ്റെ എക്സ്പ്രഷനൊക്കെ മനസ്സിലാക്കാനും ഈ സീക്വൻസ് അനാലിസിസ് ടൂൾസ് ഹെൽപ്പ് ചെയ്യും. ഇനി കുറേ ടൂൾസ് അവൈലബിൾ ആണ്. ചിലത് ന്യൂക്ലിയോടൈഡ്, അത് ഏത് സീക്വൻസ് ആണ് അതനുസരിച്ച് മാറ്റങ്ങൾ കാണാറുണ്ട്. ലൈക്ക് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ആകുമ്പോൾ അങ്ങനെ, അമിനോ ആസിഡ് സീക്വൻസസ് ആകുമ്പോൾ അങ്ങനെ. ഇനി ഇതെല്ലാം കൂടുതലും മോസ്റ്റ് ഓഫ് ദം ആർ ഫ്രീലി അവൈലബിൾ. ഈ സീക്വൻസ് അനലൈസ് ചെയ്യുന്ന ടൂൾസ് ഫ്രീലി
വെബിൽ അവൈലബിൾ ആണ്. ചിലത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ORF ഫൈൻഡർ, ബ്ലാസ്റ്റ് ആൻഡ് ഫാസ്റ്റ. ബ്ലാസ്റ്റ് ഫാസ്റ്റ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സസിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു വിഷ്വലൈസേഷൻ ഒരു ബയോഇൻഫോർമാറ്റിക് ടൂൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ സീക്വൻസ് അനാലിസിസ് ടൂൾസ് എന്ന് പറഞ്ഞ് 3 നമ്മൾ പഠിക്കണത് ORF ഫൈൻഡർ, ബ്ലാസ്റ്റ് ആൻഡ് ഫാസ്റ്റ. ബ്ലാസ്റ്റ് ഫാസ്റ്റ ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി എടുത്തുകൊണ്ട് ഐ വിൽ നോട്ട് ബി റിപ്പീറ്റിംഗ് ഇൻ ദിസ് വീഡിയോ അഗെയിൻ. പക്ഷേ ORF ഫൈൻഡർ നമുക്ക് കാണാം. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സീക്വൻസ് അനാലിസിസ് ടൂൾ ഇസ് ORF ഫൈൻഡർ. ORF ഫൈൻഡർ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അറിയണം വാട്ട് ഈസ് ORF. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ORF ഫൈൻഡർ ഞാൻ ഡിഫൈൻ ചെയ്തതിന് ഇറ്റ് ഈസ് എ ഡാറ്റ മൈനിങ് ടൂൾ. അതിൽ സംശയമൊന്നും വേണ്ട. അതെന്തായിരിക്കും, വെബ് ബേസ്ഡ് ആകാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ORF ഫൈൻഡർ എന്ന് പറയുമ്പോഴേക്കും ബിഫോർ ഫൈൻഡർ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഒരു ടൂൾ. പക്ഷേ ORF എന്താണെന്ന് അറിയണം. അപ്പോൾ ORFിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓപ്പൺ റീഡിങ് ഫ്രെയിംസ്. അതെന്താണ്? ഒരു DNA ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ട് കോഡോൺ ആയിരിക്കും. അത് എൻഡ് ചെയ്യണ DNA പോർഷൻ എന്ന് വെച്ചാൽ സ്റ്റോപ്പ് കോഡോൺ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു DNA എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് എ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് സ്റ്റോപ്പ് കോഡോൺ. ആ ഒരു പോർഷൻ, ഒരു DNA സ്ട്രെച്ചിൻ്റെ ആ ഒരു പോർഷനെയാണ് നമ്മളെപ്പോഴും ORF എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഡിങ് എക്സോൺസ് മാത്രമേ, ദീസ് ആർ പ്രോട്ടീനിനെ കോഡ് ചെയ്യണ റീജിയൻ ആണ് ഈ ORF എന്ന് പറയുന്നത്. ഇനി പ്രോകാരിയോട്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ORF ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെച്ചിൽ നമുക്കറിയാം DNA എന്ന് പറയുമ്പോഴേക്കും ഇൻട്രോൺസും എക്സോൺസും കാണാം. പക്ഷേ പ്രോകാരിയോട്ടിൻ്റെ കേസിൽ എക്സോൺസും മാത്രമേ ഉള്ളൂ. പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന റീജൻസ് മാത്രമേ ഉള്ളൂ, നോ ഇൻട്രോൺസ് അതെ. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. വേറെസ് ഇൻ യൂകാരിയോട്സ് ORFനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് ഈ ORFിൻ്റെ ഇടയിലായിട്ട് നമുക്ക് നോൺ കോഡിങ് ആയിട്ടുള്ള റീജൻസ് ആയിട്ടുള്ള ഇൻട്രോൺസും കാണാം. അപ്പോൾ കോഡിങ് ആയിട്ടുള്ള പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന എക്സോൺസ് മാത്രമാണെങ്കിൽ ഈസിയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ ഇൻട്രോൺസ് ആയിട്ട് അത് ഇടകലർന്ന് വെക്കണോണ്ട് യൂകാരിയോട്സിൻ്റെ കേസിൽ ORF ഫൈൻഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ടൂളിലേക്ക് വരാം. ORF ഫൈൻഡർ എന്ന് പറയുന്ന ടൂൾ വി സെറ്റ് അതൊരു ഡാറ്റ മൈനിങ് ടൂളാണ്, ഗ്രാഫിക്കൽ അനാലിസിസ് ടൂളാണ്. ഓപ്പൺ റീഡിങ് ഫ്രെയിം, നമ്മുടെ ഒരു ക്വയറി സീക്വൻസ്, നമ്മുടെ ഒരു സീക്വൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പൺ റീഡിങ് ഫ്രെയിം ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യണ പോർഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്ക് തരും. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് വെബ് ബേസ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. ഇനി ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഈ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തത് നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആണ്. ഇനി ദിസ് ടൂൾ ഐഡൻറ്റിഫൈ ഓൾ ഓപ്പൺ റീഡിങ് ഫ്രെയിംസ് യൂസിങ് എ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ജനറ്റിക് കോഡ്സ് മെത്തേഡ്. ഇത് ഇവർ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ജീൻ കോഡിങ് മെത്തേഡ്സ്, ദാറ്റ് ഈസ് മൈറ്റോകോൺട്രിയ ക്ലോറോപ്ലാസ്റ്റിലുള്ള വേരിയേഷൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അവർ കണ്ടുപിടിക്കുന്നത്. എനിവേസ് ദാറ്റ് ഈസ് നോട്ട് ബോതേഡ്. ഇത്രയേ ഉള്ളൂ, ഇത്ര മനസ്സിലാക്കിയാൽ മതി. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ജനറ്റിക് കോഡ് മെത്തേഡ് വെച്ചിട്ടാണ് ORF ഐഡൻറ്റിഫൈ ചെയ്യണത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈവൻ സീക്വൻസ് സബ്മിഷൻ്റെ സമയത്തും ഇത് ഉപയോഗിച്ച് ഒരു കംപ്ലീറ്റും അക്യുറേറ്റ് ആയിട്ടുള്ള സീക്വൻസിന് നമുക്ക് റെഡിയാക്കി എടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ പാക്കേജ്ഡ് വിത്ത് സെക്വിൻ, സീക്വൻസ് സബ്മിഷൻ സോഫ്റ്റ്വെയർ. ഈ ഒരു ORF ഫൈൻഡറിൽ നമുക്ക് ഓൾറെഡി കണ്ടു സീക്വൻസ് സബ്മിഷന് വേണ്ടിയുള്ള ടൂൾസ്. അപ്പോൾ സെക്വിൻ കൂടി ഉള്ള ഒരു പാക്കേജ്ഡ് ആണ്, ദാറ്റ് ഈസ് സീക്വൻസ് സബ്മിഷൻ സോഫ്റ്റ്വെയറും കൂടി ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാറുണ്ട്. ഇനി ഇത് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് പോർട്ടൽ കാണാം, www.ncbi.nlm.nih.gov/GORF.html. ഇനി ഇത് സീക്വൻസ് ഫെഡ് ടു ദ ടൂൾ നീഡ് ടു ബി നെസ്ലി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു ഡാറ്റ കൊടുക്കുമ്പോൾ, സീക്വൻസ് കൊടുക്കുമ്പോൾ അത് ഫാസ്റ്റ ഫോർമാറ്റിലായിരിക്കണം. ഫാസ്റ്റ ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു അമിനോ ആസിഡ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ഒരു സിംഗിൾ ലെറ്റർ, ഒരു അമിനോ ആസിഡ് ഇപ്പോൾ മെത്തിയോണൈന് MET എന്ന് പറഞ്ഞാൽ 3 ലെറ്ററിൽ മെത്തിയോണൈന് പേര് പറയാം ഷോർട്ട് ഫോമിൽ, ഇല്ലെങ്കിൽ അതിന് സിംഗിൾ ലെറ്ററായിട്ട് ക്യാപിറ്റൽ M മാത്രം ഇടാം. അപ്പോൾ ഈ ഫാസ്റ്റ ഫോർമാറ്റ് എന്ന് പറയുന്നത് സിംഗിൾ ലെറ്റർ കോഡിൽ
നമ്മൾ ഓരോ അമിനോ ആസിഡ്സോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോടൈഡിനെ സിംഗിൾ ലെറ്റർ കോഡിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിന് വി കോൾ ഇറ്റ് ആസ് എ ഫാസ്റ്റ ഫോർമാറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ORF ഫൈൻഡർ എന്ന് പറയുന്ന ടൂളിൽ നമ്മൾ ഡാറ്റ ക്വയറി സീക്വൻസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഫാസ്റ്റ ഫോർമാറ്റിൽ ആയിരിക്കണം. So ORF finder gives a complete list of open reading frames with information on the start and stop position of the nucleotide sequence and the length of ORF.